ഗൂഗിളിൽ ഹോട്ടൽസ് ഇൻ ഊട്ടി സെർച്ച് ചെയ്തപ്പോൾ 4.3 റേറ്റിംഗ് ഉള്ള അങ്കാര കണ്ടു. 2000+ ആൾക്കാരുടെ ആവറേജ് റേറ്റിംഗ് 4.3 ആണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഹോട്ടലാകണ്ടേ. ആ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു ഹോട്ടൽ ട്രൈ ചെയ്യുന്നത്. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോഴേ ഒരു കാര്യം തീരുമാനമായി. മെനുവിലുള്ള ഫുഡ് ഐറ്റത്തിനെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ടാകും. അല്ലെങ്കിലും ഊട്ടി ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മിക്ക ഹോട്ടലിലെയും റേറ്റ് കോയമ്പത്തൂരിലെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലുകളേക്കാൾ കൂടുതലായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് വിശന്നാൽ എന്തായാലും ഫുഡ് വേണം, അവർ എന്തായാലും അത് കഴിക്കും. അതുകൊണ്ട് റേറ്റ് കൂട്ടി വെച്ചേക്കാമെന്ന് ഊട്ടിയിലെ ഹോട്ടലുകാരെല്ലാം തീരുമാനിച്ചതായിരിക്കാം. ഊട്ടിയിൽ ഫുഡ് കഴിക്കുമ്പോഴും വണ്ടി ഹയർ ചെയ്യുമ്പോഴുമാണ് ക്യാഷ് വിചാരിക്കുന്നതിലും ചിലവാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ഊട്ടിയിൽ മാത്രമായിരിക്കില്ല, ടൂറിസം മേജർ സോഴ്സ് ഓഫ് ഇൻകമായുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്കാര ഹൈദരാബാദി ബിരിയാണി ഹൗസിൻ്റെ യൂണിറ്റ് ആണെന്ന് മെനു കാർഡിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചില്ലറക്കാരല്ല. മെനുവിൽ ഞാൻ പരതിയത് കബാബ് ഐറ്റംസ് ആണ്. ഏതെങ്കിലും ഒരു കബാബ് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ ഏത് ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂഷനുമുണ്ട്. मैं आपका जो मेन्यू है ना, कबाब का मेन्यू, वो देख के थोड़ा कन्फ्यूज्ड हो गया. ठीक है। या कौन सा अच्छा कबाब है? कबाब का अगर आपको थोड़ा स्वीटनेस पसंद है तो आप मलाई कबाब ले सकते हो, जिसमें चीज़ी मलाई कबाब होती है, वो भी बहुत बेहतरीन रहती है. अगर आप थोड़ा स्पाइसी तो मुल्तानी कबाब ले सकते हो. नहीं तो हम लोग का अंगारा स्पेशल कबाब भी है जो कि बहुत अच्छी रहती है यहाँ पे, चीज़ी अंगारा कबाब. मैं कबाब ही ट्राई करेगा. ठीक है. मुझे मुल्तानी कबाब देना ठीक है. और उसके साथ आलू परोठा देना. ठीक है सर. ആലു പൊറോട്ട വില 80 രൂപയാണ്. അത്യാവശ്യം നല്ല വലിപ്പവുമുണ്ട്. ആലു പൊറോട്ടയ്ക്ക് കൂട്ടിന് അച്ചാറുമുണ്ട്. പറാത്ത എന്നാണ് പറയേണ്ടതെങ്കിലും എൻ്റെ വായിൽ അങ്ങനെ വരില്ല. എപ്പോഴും പൊറോട്ട എന്ന് വരൂ. കേരളത്തിൻ്റെ ഇൻഫ്ലുവൻസ് അതായിരിക്കാൻ കാരണം. മുൽത്താനി കബാബിൻ്റെ വില 450 രൂപയാണ്. 6 പീസിന് 450 രൂപയാണ് വില. സൈഡ് ഡിഷായി മിൻ ചട്നിയും സാലഡുമുണ്ട്. മുൽത്താനി കബാബിൽ നിന്ന് തന്നെ തുടങ്ങാം. സംഭവം നല്ല സോഫ്റ്റാണ്, ടെൻഡറുമാണ്. ഈ ഒരു കബാബ് കഴിച്ചപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഫ്ലേവർ എന്ന് പറയുന്നത് ലെമണിൻ്റെ ഫ്ലേവറാണ്. അത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവർ കിട്ടി. പിന്നെ ഈ കബാബിൻ്റെ സ്പൈസ് ലെവൽ എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആണ്. അങ്ങനെ ഹൈ ലെവൽ ഓഫ് സ്പൈസിനെസ് ഒന്നും ഈ ഒരു കബാബിനില്ല. ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ് ആൻഡ് ടെൻഡർ ടെക്സ്ചർ വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നൽകുന്നത്. ഇത് കഴിച്ചപ്പോൾ ഇച്ചിരൂടെ സ്പൈസി ആയിരുന്നെങ്കിൽ ഇനിയും പൊളിച്ചേനെ എന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇനി സാലഡ് കൂട്ടിയൊന്ന് ട്രൈ ചെയ്യാം. സാലഡ് കുറച്ച് സ്വീറ്റാണ്. കബാബിൻ്റെ ആ ഒരു ലെമൺ ഫ്ലേവറും പിന്നെ സ്ലൈറ്റ് സ്പൈസിനെസ്സും പിന്നെ ഈ സാലഡിൻ്റെ സ്വീറ്റ്നെസ്സും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു കോംപ്ലക്സ് ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു കോംപ്ലക്സ് ഫ്ലേവറും രസമുണ്ട്. ഗ്രീൻ ചട്നിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ചാറ്റ് മസാല ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന ചട്നിയാണ്. ഞാൻ ആദ്യമായാണ് മുൽത്താനി കബാബ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഞാനിത് കഴിക്കുന്നത്. എനിക്ക് കബാബ് പ്ലസ് ചട്നി പ്ലസ് സാലഡ് ഇഷ്ടപ്പെട്ടു. ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്നൊന്നും പറയാനില്ലെങ്കിലും നല്ലൊരു കബാബാണ്. ഒരു വെറൈറ്റി എന്ന രീതിയിൽ എന്തായാലും ട്രൈ ചെയ്യാം. ആലു പറാത്ത എന്ന് പറയാൻ ഞാൻ എപ്പോഴും മറക്കും. ആലു പറാത്തയ്ക്ക് ഇച്ചിരൂടെ മസാല ഫ്ലേവർ ഉണ്ടായിരുന്നാൽ എനിക്കിനിയും ഇഷ്ടപ്പെട്ടേനെ. ഇതിപ്പോൾ കബാബാണെങ്കിലും ആലു പൊറോട്ടയാണെങ്കിലും സ്പൈസ് ലെവൽ ഇച്ചിരൂടെ കൂട്ടാമായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയൊരു ഫീൽ. ആലു പൊറോട്ട പ്ലസ് കബാബ് കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ അല്ല എന്ന് ഞാൻ രണ്ടും കൂടെ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു സുഖം തോന്നിയില്ല, എന്തോ ഒന്ന് മിസ്സിങ്. ആലു പൊറോട്ടയ്ക്ക് അച്ചാർ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. കബാബിൻ്റെ കൂടെ ആലു പൊറോട്ട അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. എൻ്റെ കുഴപ്പമാണ്. വല്ല റൊട്ടിയോ നാനോ ഒക്കെ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ കോമ്പിനേഷൻസ് പഠിക്കുന്നത്. അതുകൊണ്ട് സാരമില്ല. അപ്പോൾ പിന്നെ ആലു പൊറോട്ട അച്ചാർ കൂട്ടി കഴിക്കാം, കബാബ് ഒറ്റയ്ക്കും കഴിക്കാം. അതായിരിക്കും നല്ലത്. കബാബും ആലു പൊറോട്ടയും ഫിനിഷാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വയറ്റിൽ ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. വയറ് നിറഞ്ഞിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. ഇനി കഴിച്ചത് കത്തി തീരുന്നതുവരെ ഒരു ബുദ്ധിമുട്ടാണ്. എന്താലേ, വയറ്റിലൊന്നും ഇല്ലേലൊരു ബുദ്ധിമുട്ട്, വയർ ഓവറായി നിറഞ്ഞാലും ബുദ്ധിമുട്ട്. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ ലൈഫില്ല. ഇനി കുറച്ച് നേരത്തേക്ക് ഇൻഡസ്റ്റൈന് ഓവർ വർക്ക് ലോഡായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി വീണ്ടും വിശക്കാനായി കാത്തിരിക്കുകയാണ്. വിശന്നാലല്ലേ പുതിയ രുചിക്കൂട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇനി വിശക്കുമ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.